പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കണ്ടു മടുത്ത് പറഞ്ഞു മടുത്തു. എന്നാലും ഇവർക്ക് ഒരു നാണവും ഇല്ലെന്നുള്ള ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതന്മാരും മെത്രന്മാരും നല്ലവരായ വിശ്വാസികളും അവരെ ഒന്നുകൊണ്ടും പിന്തിരിയത്തില്ല. കാരണം രോഗിച്ചതും വൈദ്യൻ വിരിച്ചതും പാട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളും പുരോഹിതന്മാരും പ്രവർത്തിക്കുന്നത്. വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു നേരത്തെ ആഹാരം വീട്ടുണ്ടാക്കാതെ ദേവാലയത്തിൽ കിട്ടിയാൽ പാത്രം കഴുകണ്ട, സ്റ്റൗ കത്തിക്കണ്ട, ഒന്നും വേണ്ട. അവിടെ പാത്രം പിടിച്ചങ്ങ് എന്നാ വിളമ്പിച്ചത് ഇഷ്ടത്തിൽ കഴിച്ചേച്ച് ദേവാലയത്തിൽ ഫാൻ്റെ കീഴിൽ ഇരുന്ന് വിശ്രമിക്കാം, വൈകിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങാം. ഇതാണ് ഇന്ന് വിശ്വാസികളുടെ ആഗ്രഹം. അത് പുരോഹിതന്മാർ സാധിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഓർത്തഡോക്സ് സഭയിലെ എല്ലാ ദേവാലയങ്ങളും ഊട്ടുപുരകളാക്കി മാറിയിരിക്കുന്നു എന്ന്. അതിനുദാഹരണമാണ് പുത്തയ്യാവലി പള്ളി, അതിനുദാഹരണമാണ് ചെങ്ങന്നൂർ ബദൽ അരവന. നല്ല വെളിച്ചെണ്ണൽ പാകം ചെയ്തു കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? യെരൂശലേം ദേവാലയത്തിൽ നടന്ന ഇത് തന്നെയാണ് പണക്രയവിക്രയം. ഇത് പണത്തിന് വേണ്ടി അല്ലയോ നിങ്ങൾ ചെയ്യുന്നത്? ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടിയോ? നിങ്ങൾ പുരോഹിതന്മാരെ മെത്രന്മാരെ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുന്നു? നിങ്ങൾ വിശ്വാസികളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നുവോ? ഇല്ല. ഇന്നൊരു ദേവാലയത്തിലെ റാസ എന്തോ കിരീടം വെച്ച ഒരു പുരോഹിതൻ രൂപക്കുറ്റി വീശുന്നു. എനിക്കറിയത്തില്ല ഏത് ലോകത്തായിരുന്നു വിശ്വാസികളെന്ന്. ഒരു കിരീടം വെച്ചൊരു പുരോഹിതൻ രൂപക്കുറ്റി വീശുന്നു. അപ്പം എല്ലാ പാട്ടുകളും പാടുന്നു, വിശ്വാസികൾ ഏറ്റുപാടുന്നു. ഒടുവിൽ അവിടെ വിഭവസമൃദ്ധമായ ആഹാരം വിളമ്പി കൊടുക്കുന്നു. അത് കഴിക്കുന്ന വിശ്വാസികളെയാണ് കണ്ടത്. എനിക്കറിയാൻ പറയാൻ ചോദിക്കുകയാണ്, വിശ്വാസികളെ നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്? നിങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരാരാ ഉള്ളത്? ഇല്ലാത്തവരുടെ വീട്ടിൽ നിങ്ങൾ പോകുന്നുണ്ടോ? ഇല്ല. ഇല്ലാത്തവരെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ സ്വാർത്ഥമോഹികളാണ്. നിങ്ങൾ സ്വയമേ ചിന്തിക്കുക അന്ത്യമെന്താകുമെന്നുള്ളത്. ഞാൻ വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നില്ല. ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഒരു വലിയ സംഭവം ഉണ്ടായി. മക്കളെ, ഞാൻ വലിയ ആളൊന്നുമല്ല, പക്ഷെങ്കിൽ ഞാൻ നേരതിക്കും. എൻ്റെ മരണം വരെ ഞാൻ നേരതിക്കും. ഈ കൊള്ളതായ്മ ഏത് ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതനോ മെത്രാനോ അല്ല ആത്മാവിനോ കാണിച്ചാൽ അതിൻ്റെ ശരിയായ കാര്യം തുറന്നു പറയും. കീരി പോയി ചെങ്കീരിയെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മൂർഖൻ പാമ്പ്, വിഷപ്പാമ്പുകൾ വന്നാൽ, മൂർഖൻ പാമ്പ് പ്രത്യേകിച്ച് വന്നാൽ, കീരി വന്നാൽ അതിന് കീഴ്പ്പെടുത്താൻ പോയി ഒക്കത്തില്ലെങ്കിൽ അത് പോയി ചെങ്കീരിയെ കൊണ്ടുവരും. ആ കീരിയുടെ പുറത്ത് ചെങ്കീരി വരും. ചെങ്കീരി വന്ന് ആ പാമ്പിൻ്റെ തല കടിച്ചു പറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എല്ലാ അമ്മമാരുടെയും മറ്റേടത്ത് കാശ് പൂഴ്ത്തി വെച്ച് വലിയ എയർ കണ്ടീഷൻ കാർ നടന്നു വെച്ച് പിരിവിൽ നടക്കി. എന്താണ് പട്ടികളെ, നിനക്കൊക്കെ നാണമില്ലേ? പൊതുസേവനമാണെങ്കിൽ നിന്റെ കൂടെ കൈ ഇന്നിട്ട് അങ്ങോട്ട് ചെയ്യടാ. എന്തിനാണ് നീ പിരിവിൽ നടക്കുന്നത്? ഇന്ന് പിരിവിനോടത്ത് വന്നു. അപ്പോൾ വരുന്നത് ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇന്നലെ ഞാനപ്പോൾ ഉടനെ ഇരുന്നിടത്തുനിന്ന് എന്നിട്ട് പുറകെ മാറി ഒരു കസേരയിരുന്നു. 2 പേരും പുരോഹിതനും കൂടെ വന്നു. പുരോഹിതൻ്റെ എന്നെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദമില്ല.
എന്തിന് 5 മിനിറ്റ് പോലും ഇരുന്നില്ല, എഴുന്നേറ്റ് പോയി പിരിവ് ചോദിക്കാതെ വെറുതെ കാണാൻ വന്നതാണെന്ന്. അതിൻ്റെ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ വന്നിരുന്നു, അപ്പോൾ ലൈറ്റ് ഓഫ് ആയിരുന്നു. പുരോഹിതൻ പറയുക, എന്തോ അവൻ്റെ അമ്മയുടെ ബച്ച ഉണ്ടാക്കാനോ കാണാൻ വന്ന്. ഇവരേതൊക്കെ വീടുകളിൽ പോയിട്ടുണ്ട്. ഇവരൊരു വീട്ടിൽ ചെന്നിട്ട് ഇവനും അവൻ്റെ ആക്ഷൻ വികാരി കൂടെ ഭവന സന്ദർശനം ചെന്നിട്ട് ആ വീട്ടിലെ ഗതിയൊക്കെ ഇവർ ചോദിച്ചറിഞ്ഞു കാണും. അവിടെ നിന്ന പയ്യൻ ആളിനോട് ചോദിച്ചു, നിങ്ങൾ ഏത് പള്ളിയിലാണ് പോകുന്നത്? അവനപ്പോൾ എന്നേക്കാൾ തലതെറിച്ച ഒരു മനുഷ്യനായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ രാവിലെ ഞായറാഴ്ച രാവിലെ റോഡിൽ ഇറങ്ങി നിൽക്കും. കിഴക്കോട്ട് വരുന്ന വണ്ടി ആദ്യം വന്നാൽ അതേ കയറും, പടിഞ്ഞാട്ട് വരുന്ന വണ്ടിയെ വന്നാൽ അതേ കയറും. ഏതെങ്കിലും ഒരു പള്ളി കയറി കുർബാന കാണും. അപ്പോൾ ആ നല്ലവനായ പുരോഹിതൻ പറഞ്ഞു, നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ കുർബാന ചൊല്ലും. ഇത് മനുഷ്യ എന്താ കുർബാന നീ പരവന് അറിയത്തില്ല. അവരൊക്കെ വയറ്റിപ്പഴപ്പാ ദരിദ്രവാസികൾക്ക്. അജയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ദരിദ്രവാസി ഇന്നും അവൻ്റെ വീട്ടിലെ നിലവറയിൽ അവർ സ്വർക്കാരെ കൊത്തല ദരിദ്രവാസികളെ. അവരൊക്കെ ഇന്ന് പണ്ടത്തെ കാലത്ത് പുരോഹിത വേല എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് ജീവിതം സമർപ്പണം ചെയ്തവരെയാണ് എടുക്കുന്നത്. ഇന്ന് കണ്ട ദരിദ്രവാസി വഴിയെ നടക്കുന്നവനും പിടിച്ച് കുപ്പായിട്ട് കൊടുക്കും. ദേറായിൽ പഠിച്ച പാസ്സാകണമില്ല, 1500 രൂപ കൊടുത്താൽ അതും പാസ്സാക്കി കൊടുക്കും. ഇവരിങ്ങോട്ട് വന്ന് വായിക്കും. എല്ലാം കൂടെ നീയൊക്കെ എവിടുന്ന്, നീ വിശ്വാസികളെ നിങ്ങൾ എവിടെ ചെന്ന് ചേരും? നിങ്ങൾ കുറെ പോയിക്കോ, നിങ്ങളെ അനുഭവിക്കുമ്പോൾ പഠിച്ചോളും. ഈ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ ഇവർ പിരിവിന് നോട്ടീസ് വാങ്ങി വന്നപ്പോൾ അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ വന്നവരുടെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. അതിലൊരു പയ്യൻ എൻ്റെ ദേവാലയത്തിൽ പല സമയത്ത് കണ്ടിട്ടുണ്ട്, പൊതുസ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടിട്ട് കാണാത്ത വിധത്തിൽ പോയതാണ്. അവൻ ഓർക്കുന്നില്ല അവൻ്റെ ജീവിതം ഈ വിധത്തിലാകാൻ കാരണം ഞാനാണ്. പരമദരിദ്രവാസി ഇന്ന് നിന്റെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ മൂക്കിക്കേറ്റുമോ? ഞാൻ പറഞ്ഞു, ഇടാം, ഞാൻ കണ്ടില്ല, അപ്പുറം നീ കണ്ടില്ലടാ, നിനക്കറിയാൻ പോയിട്ടാ. നിന്റെ അപ്പൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു. അവൻ എന്നോട് പറഞ്ഞുകൊണ്ടാണ് അത് നിന്റെ അമ്മൻ നിന്റെ പെങ്ങളെ ഞാൻ കൊണ്ടുവന്ന് മുന്നിലാക്കിയത്. നീയൊക്കെ ഇന്ന് മറ്റേടത്തെ ആളായിട്ട് വന്നിരിക്കുക. പിരിവല്ലേ നിന്റെ മറ്റേടത്തെ പിരിവ്. നീയൊക്കെ മറ്റേടത്ത് പോയി പിരിച്ചാൽ മതി. കൂടെ വന്ന വികാരി പുരോഹിതനാരാ അവൻ ഏറ്റവും വലിയ കള്ളൻ. അതായത് ഒരു പുരോഹിതൻ 10, 20, 30 വർഷം ആയിക്കോട്ടെ 50 ലക്ഷം കൊടുത്ത് അവൻ്റെ മകനെ ഒരു കോളേജിൽ പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് എടുപ്പിക്കാൻ കഴിവുണ്ടാകും. പുത്തങ്ങാപ്പള്ളിയിലെ ഒരു കവറിൽ, അതായത് ഭദ്രാസന, അതായത് ദേവലോകത്തേക്കുള്ള പിരിവാണ്, അതിൻ്റെ കവറിൽ നിന്ന് 50,000 രൂപ മോഷണം പോയി. അത് 50,000 എന്ന് പറയുന്നേ ഉള്ളൂ. ഒരു കണക്കും ആരെ കാണിക്കുന്നത് എല്ലാം സീക്രട്ടാണ്. ഇവൻ്റെ ഒക്കെ ഒടുക്കലത്തെ സീക്രട്ടാണ്. എന്നാൽ കൂടെ വയ്ക്കുന്ന ദരിദ്രവാസികളായ ആത്മാര് ചോദിക്കുമോ? അവർക്കറിയാം, അവർക്കും അതിൻ്റെ വീതം കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. മക്കളെ, നിങ്ങൾ ചിന്തിച്ചോ, ലോകം അന്ത്യത്തിലേക്ക് അടുത്തുന്നു. നിങ്ങൾ സുഖവും സന്തോഷവും മാത്രം ആലോചിച്ച് ജീവിച്ചാൽ പോരാ, ലോകത്തിൻ്റെ നന്മ കൂടെ കാണണം. മറ്റുള്ളവരും നമ്മളെ പോലെയാണെന്ന് ചിന്തിക്കണം. അല്ല എങ്കിൽ മക്കളെ, നിങ്ങൾ അനുഭവിക്കും. ഒരു ദിവസം ഈ പണവും പ്രതാപവും ഒന്നും നിങ്ങളെ രക്ഷിക്കത്തില്ല.
ജിന്നേക്കാളിലൊക്കെ പണവും പ്രതാപവുമായിട്ട് വന്ന് നടന്നവനാണ് 1991 ഞാൻ കേരളത്തിൽ. നീയൊക്കെ എന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ഇന്നും ഞാൻ മാറിയിട്ടില്ല. ഇന്നും ഓരോ മനുഷ്യൻ എൻ്റെ അടുത്ത് 5 ദിവസം മുമ്പ് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നില്ല. ഞാൻ ഉച്ചക്കിട്ട് പോകുന്ന വഴിയിൽ എന്നെ തറഞ്ഞു നിർത്തിച്ച് ഒരു കട നടത്തുന്നവനാണ്. അച്ഛാ, കുഞ്ഞിന് ഫീസ് അടയ്ക്കണം, 1000 രൂപ ഇന്ന് അടച്ചു വെക്കൂ, എനിക്ക് എന്നെ സഹായിക്കണം. ഞാൻ പറഞ്ഞു, വൈറ്റ് ഞാൻ തരാം. ഞാൻ കൊടുത്തു. അവൻ പറഞ്ഞ 4-5 അവധി കഴിഞ്ഞു. ഇന്ന് അവനെ ഞാൻ ചലഞ്ച് ചെയ്തു. അവന് 7 മണിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു, വന്നില്ല. നാളെ അവൻ കട തുറക്കുമോ? അവൻ്റെ മുന്നേ ചെന്നേക്കാൻ പറയും, മോനെ നിൻ്റെ അനുഭവം ഇതുപോലെ തന്നെ ഇരിക്കും എന്നിത്രേ പറയത്തുള്ളൂ. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കിക്കൂ. നമ്മുടെ ആരെയും പണമോ പ്രതാപമോ നമ്മളെ രക്ഷിക്കത്തില്ല. സമൂഹ നന്മയ്ക്ക് വേണ്ടി, അതായത് മറ്റുള്ളവരെയും നമ്മളെ പോലെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിക്കുക. ഞാൻ അടച്ചുറപ്പുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും വരത്തില്ല എന്ന് വിശ്വസിക്കണ്ട, ചിന്തിക്കണ്ട. ഒരു മരണം ആരെ എപ്പോൾ പിടിക്കുമെന്നറിയത്തില്ല. അത് അടച്ചിട്ട മുറിയിലാണെങ്കിലും വരും. ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി.